നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് മരിച്ചവരെയൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. ഉറ്റവരൊക്കെ വേദനയോടെ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ കൺമുന്നിൽ കണ്ട അപകടങ്ങൾ, ആ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതിലൊരു അനുഭവം, അത് വല്ലാത്തൊരു അനുഭവമാണ്. അതായത് ഒരു കുട്ടിയുടെ കാൽ വിരൽ മണ്ണിനിടയിൽ കണ്ടപ്പോൾ അത് സ്വന്തം മകനാണെന്ന് ആ പിതാവ് കരുതിയിരുന്നില്ല. മകൻ നവനീതിനെ മണ്ണിനടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ അനുഭവം സനിൽകുമാർ പങ്കുവയ്ക്കുകയാണ്. കൈകൊണ്ട് മണ്ണ് നീക്കിയപ്പോൾ കണ്ട മറ്റൊരു കുട്ടിയെയും സനിൽകുമാർ രക്ഷിക്കുകയുണ്ടായി. മൂക്കിൽ നിന്ന് രക്തം വാർന്നും ശരീരത്തിൽ ചതവേറ്റും പുറത്തെടുത്ത മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ പല വാഹനങ്ങൾക്ക് കൈ കാണിച്ചു. പക്ഷെ ആരും നിർത്തിയില്ല എന്നാണ് ഈ പിതാവ് വേദനയോടെ പറയുന്നത്. എന്തുകൊണ്ട് ആരും നിർത്തിയില്ല? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ അപകടത്തിൽ പരിക്കേറ്റവരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആർക്കും എന്തുകൊണ്ട് മനസ്സായില്ല എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ഒടുവിൽ സുഹൃത്തിൻ്റെ ബൈക്കിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പിതാവ് ആശുപത്രിയിലേക്ക് പാഞ്ഞത്. ബൈക്കിൻ്റെ നടുവിലിരുത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കിഴക്കേക്കര സെൻറ് മേരീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ നവനീതിനെ വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു. അമ്പലപ്പുറം കാർത്തികയിൽ പി സനിൽകുമാർ സ്കൂട്ടറിൽ മകനെ ബസ് സ്റ്റോപ്പിൽ എത്തിച്ച ശേഷം അല്പം അകലെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിൽ കവർന്നത് വിദ്യാർത്ഥി അടക്കം 3 പേരുടെ ജീവൻ. അനുവദിച്ചതിൻ്റെ ഇരട്ടിയിലേറെ മണ്ണുമായി അമിത വേഗത്തിലാണ് ടിപ്പർ വന്നത്. അമിത വേഗത ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ അടക്കം പങ്കുവയ്ക്കുകയുണ്ടായി. മിനി ടിപ്പർ ലോറി ബൈക്കിൽ ഇടിച്ച ശേഷം ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. മാത്രമല്ല, പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവർക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചു. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കൊട്ടാരക്കരയ്ക്കടുത്ത് അമ്പലത്തുംകാല നീലേശ്വരം റോഡിലുള്ള മുക്കോണി മുക്കിലാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി പി പാർത്ഥിബ്, KSRTC പുനലൂർ ഡിപ്പോ മെക്കാനിക് അജയൻ ആചാരി, ബൈക്ക് യാത്രികനായ പാരലൽ കോളേജ് അധ്യാപകൻ RV ഹരിലാൽ എന്നിവരാണ് മരിച്ചത്. ലോറി ഡ്രൈവർ നിസാം, സ്കൂൾ വിദ്യാർത്ഥികളായ കൗശൽ, ഋഷഭ്, നവനീത് കൃഷ്ണൻ, ജിബിമോൾ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. തലയിലും വാരിയലിനും ഗുരുതര പരിക്കേറ്റ കൗശലിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്കിനെ വെട്ടിച്ച ടിപ്പർ ബ്രേക്ക് ചെയ്ത് ഏകദേശം 10 മീറ്ററോളം നിരങ്ങി നീങ്ങിയ ശേഷം ഇടിച്ചു മറിയുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദുരന്തത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ അഞ്ജലിയുടെ വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. സ്ഥലത്തേക്ക് ഓടിയെത്തിയ ഇളയ സഹോദരൻ വൈശാഖ് അഗ്നിരക്ഷാസേനയെ ഫോണിൽ വിളിച്ച് രക്ഷാസ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. 12 പേരെങ്കിലും ദുരന്തത്തിൽ പെടുമെന്ന് കരുതിയ അപകടത്തിലെ രക്ഷാകരങ്ങളായി മാറുകയായിരുന്നു BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി നീലേശ്വരം ദിവ്യ ഭവനിൽ ബി അഞ്ജലിയും സഹോദരനും 8ാം ക്ലാസ്സുകാരനുമായ വൈശാഖും. അപകട സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഇവരുടെ വീട്. നീലേശ്വരത്ത് ക്ഷേത്ര ദർശനത്തിന് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അഞ്ജലി. തൊട്ടടുത്ത് നിന്ന കുഞ്ഞുങ്ങളുടെ നേർക്ക് ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട ഉടൻ തന്നെ കൈകളിൽ വലിച്ചു മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, അതായത് കഴിഞ്ഞ ഒരൊറ്റ ദിവസം മുന്നിൽ കണ്ട അപകടങ്ങൾ, മുന്നിൽ കണ്ട മരണം, അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ, തലനാരിഴയ്ക്ക് വലിയൊരു അപകടത്തിൽ നിന്നും മാറിപ്പോയവർ അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് മന്ത്രി K മുരളീധരന്റെ നിർദ്ദേശം. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സംഘത്തെ അടക്കം തയ്യാറാക്കിയിരുന്നു. ജനറൽ സർജറി, ന്യൂറോ സർജറി, ഓർത്തോ, തൊറാസിക് സർജറി, ഡെന്റൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതായിരുന്നു പ്രത്യേക സംഘം. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പരിക്കേറ്റവർ ചികിത്സയിലുള്ള സ്വകാര്യ ആശുപത്രികളുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം അപകടത്തിന് കാരണമായ ടിപ്പർ ലോറിയും ഡ്രൈവറുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വാഹനം ഓടിച്ചിരുന്നയാൾക്ക് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് RTO AK ദിലു പറഞ്ഞു. ഹെവി ലൈസൻസ് ഇല്ലാത്തയാളാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇത്തരം വാഹനം ഓടിച്ച് തഴക്കം വന്നിട്ടില്ലാത്തയാളാണ്. ഈ ഡ്രൈവർ കുറേ കാലമായി ഗൾഫിലായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് പരിചയമില്ലാത്ത വാഹനം ഓടിച്ചതിൻ്റെ ഫലമായാണ് ഈ അപകടം നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോഡിൽ നിന്ന് ഇറക്കമിറങ്ങി പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ VLTD, അതായത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് പ്രവർത്തിക്കുന്നതായി കാണിക്കുന്നില്ല. അത് ഉടമസ്ഥർ ഡിസ്കണക്ട് ചെയ്തതാണോ എന്ന സംശയമുണ്ട്. വാഹനത്തിൻ്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു.
2024 മുതൽ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ വാഹനം ഓടിയിരുന്നത്. 2 മാസം മുമ്പ് ഏപ്രിൽ 2-നാണ് ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പുതുക്കിയിരിക്കുന്നത്. അപ്പോഴും വാഹനത്തിൻ്റെ GPS സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെയാണ് ഫിറ്റ്നസ് നൽകിയത്. ഈ വിഷയത്തിലെല്ലാം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 17 വർഷം പഴക്കമുള്ള വാഹനമാണിത്. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായി നടത്തിയിരുന്നില്ല. മാത്രമല്ല, ഈ വാഹനം പതിവായി നിയമം ലംഘിച്ചിരുന്നതായും വിവരമുണ്ട്. നിയമലംഘനം നടത്തിയതിന് നിരവധി ചെല്ലാൻ കിട്ടിയിട്ടുള്ള വണ്ടിയാണിത്. ഇതിൽ പലതും ഇപ്പോഴും അടച്ചിട്ടുമില്ല. 2024 ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചിട്ടും നിരന്തരം ഓടുകയും പലതവണ പലതരത്തിലുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുകയും ചെയ്തിട്ടും വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പോലീസോ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിട്ടില്ല എന്നത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കുന്നുണ്ട്. ഈ വർഷം ജനുവരി 30-ന് ഒരു നിയമലംഘനത്തിന് പിടിച്ചപ്പോഴും 250 രൂപ പിഴയടപ്പിച്ച് വാഹനം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ചെറിയ പിഴത്തുകകൾ അടച്ച് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു വാഹന ഉടമ. ഒടുവിൽ റവന്യൂ റിക്കവറിയായി വാഹനം ഏറ്റെടുക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് 2 മാസം മുമ്പ് ടിപ്പറിന്റെ ടാക്സ് അടച്ചു പുതുക്കാൻ വാഹന ഉടമ തയ്യാറായത്. അതിനു മുമ്പ് വരെ ഇതേ വാഹനം ഇതുവഴിയിലൂടെ ഇത്തരത്തിൽ ചീറിപ്പാഞ്ഞിരുന്നു എന്നത് പോലീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥയാണ് തുറന്നു കാട്ടുന്നത്. അതേസമയം ഇത് അപകടം നടക്കേണ്ട സ്ഥലമല്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രതികരണം. തിരക്കുള്ള റൂട്ടല്ല ഇത്, പോലീസിനെ വെട്ടിച്ച് മണ്ണ് കടത്താനുള്ള ശ്രമമായിരുന്നു എന്ന സംശയമുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി വ്യക്തമാക്കി. എന്തായാലും കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലുണ്ടായ അപകടം 3 ജീവനുകൾ നഷ്ടമായി. വലിയ രീതിയിലുള്ള ഒരു നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പരിക്കേറ്റവരുണ്ട്. എന്തായാലും വളരെ വലിയ നാടിനെ ഒന്നടങ്കം നടുക്കിയൊരു അപകടമാണ് സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.